ഹായ് മക്കളെ, ആദ്യം തന്നെ നിങ്ങൾ ഓരോരുത്തരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. കേരളത്തിലെ മുഴുവൻ +1 വിദ്യാർത്ഥികളോടും അവരുടെ മാത്സിൻ്റെ പരീക്ഷ വഴി ചെയ്ത അനീതി, കൊലച്ചതിക്കെതിരെ നിങ്ങൾ ഓരോരുത്തരും ശബ്ദമുയർത്തിയിരിക്കുന്നു. ആ ഒരു വിഷയം നിങ്ങൾ നെഞ്ചിലേറ്റി ആളിക്കത്തിച്ച ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഇത്രയും പെട്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രിക്ക് പ്രതികരിക്കേണ്ടി വന്നത്. പരീക്ഷ ടഫായതിൻ്റെ പിന്നിലെ കാരണം അന്വേഷിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രിക്ക് തന്നെ പറയേണ്ടി വന്നത് നിങ്ങൾ ഓരോരുത്തരും ഈ വിഷയം നെഞ്ചിലേറ്റി ആളിക്കത്തിച്ചത് കൊണ്ട് മാത്രമാണ്. അന്വേഷിക്കണമെന്ന് പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രിയോട് ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ചുമ്മാ അന്വേഷിച്ചാൽ മാത്രം പോരാ. എന്താണ് സംഭവിച്ചത്? പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇത്രയും ടഫ് ക്വസ്റ്റ്യൻ പേപ്പർ ഇടാൻ ആ ഒരു അധ്യാപകനെ പ്രേരിപ്പിച്ച ചേതോ വികാരം എന്താണെന്നും അതിന് അധ്യാപകന് എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും നൽകിയിട്ടുണ്ടോ എന്നുള്ളതും എന്ത് ചെയ്യണം? നിങ്ങൾ അന്വേഷിക്കുക തന്നെ വേണം. കാരണം എന്താ, ഇതിന് പിന്നിൽ അതുപോലുള്ള ഒരുപാട് കളികൾ നടന്നതുപോലെ തന്നെയാണ് ഇപ്പം എനിക്കൊക്കെ കിട്ടുന്ന സൂചനകൾ. പക്ഷെ മക്കളെ, നിങ്ങളൊന്ന് ഓർക്കണം, ഈ ഒരൊറ്റ പ്രതികരണം മാത്രം നമുക്ക് മതിയാവില്ല. നമുക്കെന്താണ്, ഇതിനൊരു പരിഹാരം വേണം. സോ എന്താണ് പരിഹാരം നമ്മൾ ആവശ്യപ്പെടേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അതിനു മുമ്പ് ഏറ്റവും ഫസ്റ്റ് ഒരു കാര്യം കൂടെ നമ്മൾ എല്ലാവർക്കും ക്ലിയർ ആക്കി കൊടുക്കേണ്ടിയിരിക്കുന്നു. ഇത് വെറും പരീക്ഷ ടഫായതിന് നമ്മളൊക്കെ എന്താണ് ദേഷ്യം പിടിക്കുന്നതൊന്നും അല്ല എന്നുള്ളത്. അത് മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് +1 ഈ ഒരു മാത്സ് ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്. ബോർഡ് എക്സാമിനും നിങ്ങളുടെ കീമിനും JEE മെയിൻസിനും JEE അഡ്വാൻസിനും, ഇന്ത്യയിൽ ഏറ്റവും ടഫസ്റ്റ് പരീക്ഷ എന്ന് അറിയപ്പെടുന്ന JEE അഡ്വാൻസിനും ഇതേ ടെക്സ്റ്റ് ബുക്ക് വെച്ച് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ ഇടുന്നത്. ഒരു ക്വസ്റ്റ്യൻ പോലും എന്തല്ല ഔട്ട് ഓഫ് സിലബസ് ഒന്നല്ല. JEE അഡ്വാൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ സംഭവിക്കുക, 2-3 ചാപ്റ്ററുകൾ കണക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ് ചോദിക്കാൻ. ആ ചോദ്യം എന്തല്ല, ഔട്ട് ഓഫ് സിലബസ് അല്ല ഒരിക്കലും. ചില കുട്ടികൾക്ക് ഇത് ഔട്ട് ഓഫ് സിലബസ് ഒന്നല്ലല്ലോ, പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ ബഹളം വെക്കുന്നതെന്ന് ചോദിക്കുന്നവരോടുള്ള ആൻസർ അതാണ്. അതായത് ഒരേ ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിച്ച് പല ലെവലിൽ ക്വസ്റ്റ്യൻ ഇടാൻ പറ്റും. ബോർഡ് എക്സാമിന് JEE അഡ്വാൻസിൻ്റെ ക്വസ്റ്റ്യൻ ആ ലെവലിലൊന്നും ഇത്തവണ എത്തിയിട്ടില്ല കേട്ടോ. എന്നാലും JEE അഡ്വാൻസിൻ്റെ ക്വസ്റ്റ്യൻ നാളെ നിങ്ങൾ +2 വരുമ്പോൾ നിങ്ങൾ ഇതേ ആൻസർ തന്നെയാണോ പറയുക, ഇതേ ചോദ്യം തന്നെയാണോ ചോദിക്കാനുള്ളത്. അതായത് ഓരോ പരീക്ഷയ്ക്കും കൃത്യമായിട്ടുള്ള ഒരു ബെഞ്ച് മാർക്ക് ഉണ്ട്. ആ ബെഞ്ച് മാർക്കിൻ്റെ അപ്പുറം ഇപ്പുറം ജസ്റ്റ് ടച്ച് ചെയ്തുകൊണ്ട് മാത്രമേ പരീക്ഷകൾ നടക്കാറുള്ളൂ. ഇൻ കേസ് വലിയ ഡിഫിക്കൽട്ടി ലെവൽ കൂടുകയാണെങ്കിൽ അത് വളരെ നേരത്തെ തന്നെ വിദ്യാർത്ഥികൾക്കും അതേപോലെ തന്നെ അധ്യാപകർക്കും സൂചന നൽകാറുണ്ട്. അതായത് ക്രിസ്മസ് എക്സാം ഏറ്റവും എളുപ്പമായിരുന്നു മാത്സ്, മോഡൽ എക്സാം ഏറ്റവും എളുപ്പമായിരുന്നു മാത്സ്. ആ ഒരു ലെവലിൽ തന്നെയാണ് കേരളത്തിലെ മുഴുവൻ അധ്യാപകരും നിങ്ങളെ പഠിപ്പിച്ചത്, അല്ലേ? സത്യമല്ലേ? അധ്യാപകർ പോലും ഈ ഒരു കേസിൽ നിങ്ങളോടൊപ്പമാണ്. കാരണം അവർക്കൊരു സൂചനയും കിട്ടിയിട്ടില്ല. ഇതിലെ പല ചോദ്യങ്ങളും എന്താണ്, അവർക്ക് പോലും ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. അതായത് ഇവിടെ പ്രശ്നം പരീക്ഷ ടഫാക്കിയതല്ല, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അത് ടഫാക്കിയതാണ്. ക്രിസ്മസും മോഡലും എളുപ്പമാക്കിക്കൊണ്ട് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൽ എത്ര മാർക്ക് വരണമെന്ന് തീരുമാനിക്കപ്പെടുന്ന ഫൈനൽ എക്സാം ടഫാക്കിയത് കൊണ്ട് മാത്രമാണ് നമ്മളിവിടെ ശബ്ദമുയർത്തുന്നത് എന്നുള്ളത് നിങ്ങൾ അവരെ ബോധ്യപ്പെടുത്തണം. അതായത് +1 എത്തിയത് മുതൽ ജൂൺ മുതൽ ഒരുപാട് കുട്ടികൾ രാവും പകലും ഇരുന്ന് പഠിക്കുന്നുണ്ട്. അവരൊരു പക്ഷേ ട്യൂഷൻ സെൻ്ററുകളൊന്നും അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അവർ ടെക്സ്റ്റ് ബുക്കും അതേപോലെ തന്നെ ഓൺലൈനിലെ ഫ്രീ ക്ലാസ്സസ് ഒക്കെ കണ്ടായിരിക്കും പഠിക്കുന്നുണ്ടാവുക. അവർക്കൊക്കെ ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, എങ്ങനെങ്കിലും +1ലും +2ലും നല്ല മാർക്ക് വാങ്ങിയിട്ട് നല്ലൊരു കോളേജിൽ അഡ്മിഷൻ നേടിയിട്ട് ഈ ഒരു ജീവിതത്തിൽ നിന്നും രക്ഷപ്പെടണം, കുടുംബത്തെ കരകയറ്റണം എന്നൊക്കെ. അങ്ങനത്തെ കുട്ടികളാണ്. ഫുൾ മാർക്കിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കാതെ പോയ കുട്ടികളാണ് ജയിക്കുമോ പാസ്സാവുമോ എന്ന് ഡൗട്ട് അടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ഈ ഒരു അനീതിക്കെതിരെ മാത്രമാണ് എന്തെന്നുള്ളത് നമ്മൾ ശബ്ദമുയർത്തുന്നത്. അല്ലാതെ ചുമ്മാ പരീക്ഷയുടെ ലെവൽ കൂടുന്നത് കൊണ്ട് മാത്രമല്ല, അപ്രതീക്ഷിതമായിട്ട് ലെവൽ കൂട്ടിയത് മാത്രമാണ് നമ്മളുടെ പ്രശ്നം എന്നുള്ളത് എല്ലാവർക്കും ക്ലിയർ ചെയ്ത് കൊടുക്കണം. രണ്ടാമത്തെ കാര്യം, ഇനി എന്താണ് നമ്മൾ ആവശ്യപ്പെടുന്നതെന്നാണ്. എനിക്ക് ഇന്നലെയൊക്കെ ഒരുപാട് കുട്ടികൾ വാട്സപ്പിൽ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്, സാറേ റീടെസ്റ്റ് നടത്തുമോ എന്നുള്ളതാണ്. എന്താ റീടെസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇന്നലെ നടന്ന പരീക്ഷ എന്താണ്, അങ്ങോട്ട് ക്യാൻസൽ ചെയ്ത് അസാധുവാക്കിയിട്ട് പുതിയൊരു പരീക്ഷ അടുത്തൊരു ഡേറ്റിൽ വരിക എന്നുള്ളതാണ് സംഭവം. ഇതാണ് ഏറ്റവും നല്ല സൊല്യൂഷൻ എങ്കിലും മക്കളെ, നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ സമരവും വിജയിക്കുന്നതിന് പിന്നിൽ എന്തുണ്ട്, ആ സമരത്തിൻ്റെ ആവശ്യത്തിൻ്റെ നീതി എത്രമാത്രം ഉണ്ടല്ലേ, ന്യായം, നമ്മൾ ആവശ്യപ്പെടുന്നത് എത്രമാത്രം ന്യായമാണെന്നുള്ളത് ഓരോ സമരവും വിജയിക്കുന്നതിന് മുന്നിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു റീടെസ്റ്റ് എങ്ങാൻ സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് ദേശീയ തലത്തിൽ ചർച്ചയാവും. അവിടെ എന്തേ വരുള്ളൂ, ഒരൊറ്റ കാര്യമുള്ളൂ, പരീക്ഷ ടഫായപ്പോൾ കേരളത്തിലെ സർക്കാർ എന്ത് ചെയ്തു, വീണ്ടും എളുപ്പം പരീക്ഷ നടത്തി. ആ ഒരു റിസ്ക് എന്ത് ചെയ്യില്ല, ഒരിക്കലും സർക്കാർ വിദ്യാഭ്യാസ വകുപ്പ് ആ റിസ്ക് ഏറ്റെടുക്കില്ല.
കാരണം വെച്ചാൽ ഓൾറെഡി എന്തുണ്ട്, കേരളം പരീക്ഷ എളുപ്പാക്കാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചീത്തപ്പേര് ഓൾറെഡി ഉണ്ട്. അപ്പം അതിൻ്റെ മുകളിൽ ഇങ്ങനെ റിസ്ക് അവരെടുക്കില്ല. പിന്നെ രണ്ടാമതായിട്ട് ഇതിൻ്റെ പ്രാക്ടിക്കൽ വശങ്ങൾ, പുതിയ ക്വസ്റ്റ്യൻ പേപ്പറുകൾ സ്കൂളിലേക്ക് അയക്കണം, അധ്യാപകർ അറേഞ്ച് ചെയ്യണം. എസ്പെഷ്യലി ഇപ്പോൾ ഇലക്ഷൻ്റെ ടൈമാണ്, ഭൂരിഭാഗം അധ്യാപകരും പല ഡ്യൂട്ടിയിലേക്കും എന്ത് ചെയ്യും, നിങ്ങളുടെ പരീക്ഷ കഴിഞ്ഞിട്ട് പോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ റീടെസ്റ്റ് എന്നത് ആവശ്യപ്പെടുമ്പോൾ നല്ല സുഖമുള്ള പരിപാടിയാണ്, പക്ഷെ നടക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണത്. നിങ്ങളുടെ അഭിപ്രായം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കൃത്യമായിട്ട് രേഖപ്പെടുത്താം. പക്ഷെ അതിനേക്കാളും നമുക്ക് നല്ലത് ഇംപ്രൂവ്മെൻ്റ് എക്സാം സെപ്റ്റംബറിൽ നടത്തുന്നതല്ലേ മക്കളെ. അതായത് നിങ്ങളുടെ ഇംപ്രൂവ്മെൻ്റ് എക്സാം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അടുത്ത മാർച്ചിൽ +2 പരീക്ഷ നിങ്ങൾ എഴുതുമ്പോൾ അതിൻ്റെ കൂടെ +1 എഴുതാൻ വേണ്ടിയിട്ടായിരുന്നു. ആൻഡ് ഇതുവരെ അങ്ങനെ ഒരു സിസ്റ്റം വന്നിട്ടില്ല. ഇംപ്രൂവ്മെൻ്റ് എക്സാം എന്ന കൺസെപ്റ്റ് എന്ന് കൊണ്ടുവന്നോ അന്ന് മുതൽ അത് സെപ്റ്റംബർ മാസത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരൊറ്റ വർഷം കൂടെ ഈ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത്, അതായത് സാധാരണ ഇംപ്രൂവ്മെൻ്റ് എക്സാം എഴുതാറുള്ളത് ഒരു 50% 60% കുട്ടികളാണ് ഏതെങ്കിലും സബ്ജക്റ്റിൽ. പക്ഷേ ഇത്തവണ മാത്സിൻ്റെ ഇംപ്രൂവ്മെൻ്റ് എക്സാം എഴുതാൻ പോകുന്നത് കേരളത്തിലെ 2.5 ലക്ഷത്തോളം വരുന്ന മുഴുവൻ +1 വിദ്യാർത്ഥികൾ എന്ത് ചെയ്യും, മാത്സിൻ്റെ ഇംപ്രൂവ്മെൻ്റ് എക്സാം എഴുതേണ്ടി വരും. അതൊരിക്കലും മാർച്ചിൽ നടത്തരുത്. യെസ്, പ്രാക്ടിക്കലി കുറച്ച് പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടെങ്കിലും എന്താണ്, ഈ ഒരൊറ്റ വർഷം കൂടെ ഇതുവരെ കഴിഞ്ഞ അതേ രീതിയിൽ തന്നെ ഇംപ്രൂവ്മെൻ്റ് എക്സാം നടത്തുന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാക്ടിക്കലും ന്യായമായ ആവശ്യം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് താഴെ കമൻറ്റിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഞാൻ ഒരിക്കൽ കൂടെ പറയാണ്, നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മൾ ആ ഒരു ജാഗ്രത കൈവിടരുത്. നിങ്ങൾ ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും അറിയിക്കണം. +1 സയൻസ് പഠിക്കുന്ന മുഴുവൻ ഫ്രണ്ട്സും ഇത് അറിയണം എന്ന് മാത്രമല്ല, ഇതിൻ്റെ പ്രശ്നം എന്ത് ചെയ്യണം, നിങ്ങളുടെ സ്കൂള്, നിങ്ങൾക്ക് പരിചയമുള്ള ഒരുപാട് വിദ്യാർത്ഥി നേതാക്കൾ എന്തുണ്ട്, നിങ്ങൾക്കറിയാം, അവരിലേക്ക് എന്തെണ്ണം എത്തിക്കണം. ഇതേ സ്ട്രാറ്റജി കഴിഞ്ഞ വർഷം നിങ്ങളുടെ സീനിയേഴ്സ് ഇപ്പോൾ +2 പഠിക്കുന്ന കുട്ടികളുടെ ഇംപ്രൂവ്മെൻ്റ് എക്സാം ഒരു സുപ്രഭാതത്തിൽ ഇനി മാർച്ചിലേ നടക്കുള്ളൂ എന്ന് പറഞ്ഞപ്പം ഇതേ സ്ട്രാറ്റജി നമ്മൾ പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് വർക്ക് ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥി നേതാക്കൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ കണ്ടു. ആൻഡ് അടുത്ത ദിവസങ്ങളിൽ തന്നെ ആ ഒരു തീരുമാനം വന്നു, മാർച്ചിലല്ല സെപ്റ്റംബറിൽ തന്നെ നടത്താന്നുള്ളത്. ഇതേ ആവശ്യം ഒരിക്കൽ കൂടെ എന്ത് ചെയ്യാണ്, നമ്മൾ റേസ് ചെയ്യാൻ പോണ്. ഇത് കേരളത്തിലെ മുഴുവൻ +1 വിദ്യാർത്ഥികൾക്കും വേണ്ടിയിട്ടാണ്, അവരുടെ ഭാവിക്ക് വേണ്ടിയിട്ടാണ്. സോ ഈ ഒരു വീഡിയോ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക. ആൻഡ് അതേപോലെ തന്നെ റീടെസ്റ്റ് വേണോ ഇംപ്രൂവ്മെൻറ്റ് വേണോ എന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും എന്താണ് അറിയാൻ എനിക്കും ആഗ്രഹമുണ്ട്. മാക്സിമം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യാം.